ഹലോ ഒരു +1 പബ്ലിക് എക്സാം 2025 കെമിസ്ട്രി ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൻ്റെ പ്രഡിക്ഷൻസ് കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഇതിൽ കൺസെപ്റ്റ്സുകൾ എന്തൊക്കെയാണെന്ന് പഠിക്കാനുള്ളത് അത് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 3 ചോദ്യങ്ങൾ അതും ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കൺസെപ്റ്റിൽ കടക്കുന്ന മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക. അതിലൊക്കെ ആയിരിക്കും നമ്മുടെ പുതിയ അപ്ഡേറ്റുകളൊക്കെ വരിക. സോ കിടക്കുകയാണ് ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ നമുക്ക് ഓരോ 11 കാര്യങ്ങൾ 11 കൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്. ഒന്ന് സ്റ്റേറ്റ് ഹെൻറി ലോ എന്താണെന്ന് പഠിക്കണം. അത് നമ്മളെ 7th കുപ്പി തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമുണ്ട്, അതാണ്. റൈറ്റ് ദ ഇമ്പോർട്ടൻ്റ് ഇക്വിലിബ്രിയത്തിൻ്റെ പ്രത്യേകതകൾ എഴുതുക. പിന്നെ ഇക്വിലിബ്രിയത്തിൻ്റെ ലോ എഴുതുക. KP/KC റിലേഷൻ എഴുതുക. ഹോമോജീനിയസ് ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം എന്താണെന്ന് പറയാം, അതിൻ്റെ എക്സാമ്പിൾ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ KP/KC വിത്ത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിൻ്റെ ഭാഗത്തു നിന്ന്. പിന്നെ ഇക്വിലിബ്രിയം കോൺസെപ്റ്റിൻ്റെ അപ്ലിക്കേഷൻസ്. പിന്നെ ഫാക്ടർ അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം, അതായത് ഇപ്പോൾ ഇക്വിലിബ്രിയത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അത് പ്രഷറുണ്ട്, വോളിയം ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, ആ കാര്യങ്ങൾ എഴുതുക. പിന്നെ ഡിഫറെൻറ്റ് കൺസെപ്റ്റ് ഓഫ് ആസിഡ് ബേസ്, ഇപ്പോൾ അറീനിയസ് കൺസെപ്റ്റ്, ബ്രോൺസ്കി-ലോറി കൺസെപ്റ്റ്, ലീസ് കൺസെപ്റ്റ്, അതിൻ്റെ എക്സാമ്പിൾസൊക്കെ പഠിച്ചു പോവാം. പിന്നെ ഡിഫൈൻ ആംഫോട്ടറിക് സബ്സ്റ്റൻസ്, ഗിവൻ എക്സാമ്പിൾ. ആംഫോട്ടറിക് സബ്സ്റ്റൻസിന് അതെന്താണെന്ന് എഴുതുക, അതിൻ്റെ ഒരു എക്സാമ്പിളും കൊടുക്കുക. പിന്നെ pH ഉം pOH എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്. പിന്നെ കോമൺ അയോൺ എഫക്റ്റ് അല്ലെങ്കിൽ ബഫർ സൊല്യൂഷൻ. ഇതാണ് അവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ചാപ്റ്ററിലെ കാര്യങ്ങൾ. വളരെ കുറച്ചെന്ന് പറയുന്നില്ല, എന്നാലും ഉണ്ട്. ഇതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് ക്ലസ്റ്റർ മീറ്റിംഗ് തയ്യാറാക്കിയ 3 ചോദ്യങ്ങളാണ്. ഇത് പഠിക്കാതെ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിർബന്ധമായി പഠിക്കേണ്ടത്. കോൺജുഗേറ്റ് ആസിഡ് പെയർ നമുക്ക് കണക്കാക്കാൻ അറിയണം, HSO-4ൻ്റെ. പിന്നെ ബഫർ സൊല്യൂഷൻ എക്സാമ്പിൾ, അത് കാര്യങ്ങളാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, റിലേഷൻഷിപ്പ് KP/KC ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാൽക്കുലേറ്റ് ദ KP ഫോർ ദ റിയാക്ഷൻ അറ്റ് ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചറിൽ എന്താ KPയും KC തന്നിട്ടുണ്ട്, അതിന് KP കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ള ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാൻ. ഇക്വിലിബ്രിയം വളരെ സിമ്പിളായി പഠിക്കാമെന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളല്ല, എന്നാലും ഈ ഒരു കാര്യങ്ങളെങ്കിലും നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു.